മദ്യം, മദിരാശി, ഇതൊക്കെയായിരുന്നു പണ്ടത്തെ വലിയ ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ലോകം മാറി, കാലം മാറി. ഇന്ന് MDMA, ഹെറോയിൻ, കൊക്കൈൻ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇന്നത്തെ ആളുകളുടെ ഒരു ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ എന്ത് ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. അതിനൊന്നും ആരെയും തടയാൻ സാധിക്കില്ല. പക്ഷെ പല ആളുകളും സംസാരിച്ചപ്പോൾ, പല വിദ്യാർത്ഥികളും സംസാരിച്ചപ്പോൾ അവരൊക്കെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, അവര് UK ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ സാഹചര്യം വ്യത്യസ്തമാണ്. ഇവിടെ അവരുടെ മാതാപിതാക്കളും അങ്ങനെ ആരും നിയന്ത്രിക്കുവാനില്ല. ഇതിൽ നിന്നും കിട്ടിയ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അവർ മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ് എന്ന ഇതിലേക്കാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഇവിടെ വന്ന് ലൈഫ് എൻജോയ് ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് വരുന്നത്. പഠിക്കുക, അതിന്റെ കൂടെ തന്നെ ലൈഫ് എൻജോയ് ചെയ്യുക. ആ ഒരു ഇതിൽ തന്നെയാണ് എല്ലാ കുട്ടികളും വരുന്നത്. പ്രത്യേകിച്ചും ഈ +2 ഒക്കെ കഴിഞ്ഞ കുട്ടികൾ ഇങ്ങോട്ട് വന്ന് ശരിക്കും ലൈഫ് എൻജോയ് ചെയ്യാൻ അതിനൊന്നും ഒരു തർക്കവുമില്ല. ശരിക്കും ലൈഫ് എൻജോയ് ചെയ്യണം, അങ്ങനെ തന്നെ ചെയ്യണം. പക്ഷെ അവർ പറയുന്ന കാര്യമുണ്ട്, പല അവസരങ്ങളിലും ഇവരിങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനുള്ള കാരണം അവർക്ക് ഒരിക്കലും ആഗ്രഹമില്ല. പക്ഷേ ഇവിടെയുള്ള നേരത്തെ വന്നിട്ടുള്ള ആളുകൾ, ഇവരുടെ സീനിയേഴ്സ് അല്ലെങ്കിൽ മറ്റ് ആളുകൾ ഓരോ പരിപാടിക്കൊക്കെ ചെല്ലുമ്പോഴും മറ്റും അല്ലെങ്കിൽ ഓരോ സാഹചര്യങ്ങളിലും ഇവർക്ക് ചുമ്മാ സാമ്പിളായിട്ട് ഇവരെ നിർബന്ധിക്കുകയാണ്, അല്ലെങ്കിൽ ഇവരെ പ്രലോഭിപ്പിക്കുകയാണ്. 1-2 വോയിസ് ക്ലിപ്പുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ചേട്ടൻ പറഞ്ഞാൽ ശരിയാണ്. വയ്ക്കുന്നത് തന്നെയല്ല, ഈ ഉള്ളവന്മാര് പുതിയതായിട്ട് വരുന്ന പിള്ളേർക്ക് ഈ സാധനം വായി വെച്ച് കൊടുക്കുന്ന പരിപാടിയാണ്. അതിപ്പോൾ ഞാനിപ്പോൾ 3 വർഷം ഇവിടെ UK ഡിഗ്രി കോഴ്സ് 3 വർഷം, തേർഡ് ഇയർ എൻ്റെ ഫൈനൽ ഇയർ ആവുന്നുള്ളൂ. ഇത്രയും നാളെ വരുന്ന ഓരോ പിള്ളേർ, ഏകദേശം 6 ഡേക്കിൽ ഞങ്ങളുടെ യൂണിയൻ വന്ന പിള്ളേരെ അറിയാം. വരുമ്പോൾ തന്നെ ഓരോരുത്തരും ഇങ്ങനെ ആഡ് ഓൺ ചെയ്ത് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ സാധനം വരുന്നവന്മാർക്ക് പുതിയതായിട്ട് ഇത് തിരികെ കയറ്റി വെച്ച് കൊടുക്കുകയാണ് എല്ലാവരും ചെയ്യണ പരിപാടി. അടിക്കുന്നവരടിച്ചോട്ടെ, ചത്തോട്ടെ, ഇഷ്ടം പോലെ. എനിക്കിവിടെ 34 ലക്ഷം രൂപ മുടക്കിയിട്ട് മൊത്തം ഡ്രോപ്പ് ചെയ്ത് പോയാൽ എനിക്കറിയാം. ഇവിടെ വന്ന് 2 വർഷം പഠിച്ചിട്ട് 3-ാമത്തെ വർഷം കോഴ്സും തോറ്റ് യൂണിന്ന് എക്സ്പെൽ ആയവരെ അറിയാം. അപ്പം ആ രീതിയിലാണ് ഓരോരുത്തന്മാരെ പരിപാടി കാണിക്കുന്നത്. അപ്പം ഇതെല്ലാം പല വീടുകളും ജപ്തി വരെ ആയിരിക്കുന്ന ടീംസ് ഉണ്ട് പഠിക്കാൻ വന്നിട്ട്. നമ്മളിപ്പോൾ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഇപ്പം ഞങ്ങളിപ്പോൾ ആരെങ്കിലും ഇപ്പോൾ അവിടെ സീറ്റ് വിളിക്കുവാണെങ്കിൽ സീറ്റ് വിളിക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഓടി വരും. വരുന്ന ഈ കർമ്മന്മാരായിരിക്കും കൂടുതൽ, ആഫ്രിക്കൻസ്. അവർ വന്നിട്ട് ചോദിക്കും, വീട് വേണോ, ഇരിപ്പുണ്ട്. അതിന് റേറ്റ് പറയുന്നത് എത്രയായി? 25 പൗണ്ട്, 30 പൗണ്ട്, ഇങ്ങനെയൊക്കെയാണ് പറയണത്. ഒരു സ്റ്റോക്ക് അവരുടെ കയ്യിൽ ഇരിക്കണത്. അപ്പം വരുന്നവർ ആരെയും മേടിച്ചു പോവുകയും ചെയ്യും ഇവരുടെ ഇത് കാണുമ്പോൾ തന്നെ. അതുപോലെ നമ്മളിപ്പോൾ രാത്രി സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ പോകുമ്പോൾ തന്നെ അവിടെ ലണ്ടൻ മെയിൻ സ്ട്രീറ്റിൽ കൂടെ നടന്നു പോകുമ്പോഴാണെങ്കിലും ഒരു രാത്രി 12 മണി 11 മണി സമയത്താണെങ്കിലും ഫുഡ് കാര്യം എൻഗേജ്മെന്റ് കറങ്ങാൻ പോയതാണ്. പോയിട്ട് വന്നപ്പോൾ 2 പേര് കാറിൻ്റെ അകത്തിരിക്കണു. ഇവര് നമ്മളെ കണ്ടുകൊണ്ട് അവിടെ നിർത്തി വന്ന് ഇന്ത്യൻസ് ആണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ചോദിച്ചു, വേണോ, ഇരിപ്പുണ്ട്, വണ്ടിയിൽ ഇരിപ്പുണ്ട്, എല്ലാം ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വെച്ചാല് വരുന്നവർക്ക് ഒരു കാര്യം മനസ്സിലായാൽ മതി, ഇതൊന്നും അടിച്ചാൽ മാത്രം ആളാകാൻ പറ്റത്തില്ല എന്നുള്ളൊരു തോട്ടുണ്ട് പലയിടത്തും. കൂട്ടുകാർക്ക് വേണ്ടിയാണ് പലരും ഈ സാധനം അടിക്കണം. നമ്മ പല പരിപാടിക്ക് ചെല്ലുമ്പോഴും കാണാൻ പറ്റും, ഇതുവരെ ജീവിതത്തിൽ ഒരു സാധനം പോലും ഇല്ലാത്ത വലിച്ചിട്ടുള്ള പിള്ളേരാണ് ഇവിടെ വന്നതൊക്കെ വലിച്ചു കയറ്റുന്നത്. എന്നിട്ട് പിന്നെ ഉമ്മാർക്ക് ബോധമില്ല, ജോലിക്ക് പോകാൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല, എല്ലാത്തിനും ഒരു സാമട്ടം എന്നുള്ള രീതിയിലാകും. ആ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകും. അപ്പൊ അതൊന്നും മാറാൻ വേണ്ടി ഇത് കേൾക്കുന്നവൻ മനസ്സിലാക്കി ഇവിടെ വരുന്നത് എന്തിനാന്നുള്ള കാര്യം. ജസ്റ്റ് NHS നേഴ്സ് അടിച്ച് പണി പാളിയിട്ട് നാട്ടിൽ പോയി 6 മാസമായിട്ട് നിൽക്കുന്നവരുണ്ട്, NHS നേഴ്സായിട്ടുള്ള ആൾക്കാർ വരെ. ഇതുപോലെ പ്രശ്നത്തിൽപ്പെട്ട നിരവധി ആളുകളും ഞാൻ നേരിട്ട് സംസാരിച്ചു. അവരൊന്നും തുറന്ന് പറയുവാനോ ഇതുപോലെ ഓപ്പണായി മുന്നോട്ട് വരാനോ തയ്യാറല്ല. കാരണം വേറെ ഒന്നുമല്ല, ഇങ്ങനെയൊക്കെ മുന്നോട്ട് വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ, വീട്ടുകാരും നാട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ആ ഒരു മാനസികാവസ്ഥ. അതുകൊണ്ട് തന്നെ ഇവരാരും മുന്നോട്ട് വരാൻ തയ്യാറാവത്തും, അതുകൊണ്ട് തന്നെ അവരെ നിർബന്ധിക്കാത്തതും. ഞാനീ പറഞ്ഞു വരുന്നത്, ഇവിടെ വരുന്ന എല്ലാ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ഇവിടെ വരുന്ന എല്ലാവരും ഇതുപോലെയാണ് എന്നല്ല. നിരവധി ആളുകൾ എനിക്കറിയാം ഇവിടെ വന്ന് വ്യക്തിപരമായ സ്റ്റുഡൻറ് വിസയിൽ വന്ന് പഠിച്ച് നല്ല നിലയെത്തിയവർ. ഏകദേശം 17 വർഷം മുമ്പാണ് ഞാൻ വന്നത്. ഞാൻ വന്നിട്ടും സ്റ്റുഡൻറ് വിസയിലാണ് ഞാൻ വന്ന് ഇപ്പം നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്, ഇവിടെ താമസിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഈ കോവിഡിന് ശേഷവും വന്ന നിരവധി വിദ്യാർത്ഥികൾ ഈ രീതിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എനിക്കറിയാം. പക്ഷേ നിരവധി ആളുകൾ എങ്ങും എത്താതെ തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള 2 കാര്യങ്ങളാണ്. ആദ്യമായി മാതാപിതാക്കളോടാണ്, നിങ്ങളുടെ കുട്ടി പണ്ടൊക്കെ നമ്മൾ മംഗലാപുരത്തേക്കും ബാംഗ്ലൂരേക്കും ഡൽഹിക്കൊക്കെ വിട്ടിരുന്ന പോലെയാണ് ഇപ്പോൾ UK, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പഠിക്കുവാനായി വിടുന്നത്. അപ്പം അങ്ങോട്ട് വിട്ട് കഴിഞ്ഞ് ചെറുപ്രായത്തിൽ +2 കഴിയുമ്പോൾ അവിടുത്തെ ആ ഒരു ജോലിഭാരവും അവിടുത്തെ എല്ലാം തന്നെ ചെയ്യേണ്ട ആരും സപ്പോർട്ടില്ലാതെ നിൽക്കാനുള്ള സാഹചര്യം വന്നാൽ അവരത് എങ്ങനെ ഉൾക്കൊള്ളും? അവർക്കത് കാരണം ഒരു സപ്പോർട്ടും ആരുമില്ല. അപ്പം ആ ഒരു പ്രത്യേക സാഹചര്യം തന്നെയാണ് വന്ന ആളുകൾക്കറിയാം എൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യം അവർ ഉൾക്കൊള്ളാൻ സാധിക്കും. ഓടി നാട്ടിലേക്ക് പോലും പോകാൻ സാധിക്കില്ല. ബാംഗ്ലൂരിൽ നിന്നോ ഡൽഹിയിൽ നിന്നൊക്കെയാണ് ഓടി നാട്ടിൽ പോകാൻ സാധിക്കും. അതുപോലെ പോലും പോകാൻ ഇവിടുന്ന് സാധിക്കില്ല. പൈസ ഉള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല, ഇവിടെ വന്ന് നല്ല വിദ്യാഭ്യാസം എടുത്ത് കഴിവുണ്ടെങ്കിൽ കഴിവുള്ളവർക്ക് ഇവിടെ വന്ന് നല്ല രീതിയിൽ വിദ്യാഭ്യാസം എടുത്ത്
തിരിച്ചു പോകാൻ സാധിക്കും. അല്ലെങ്കിൽ ഇവിടെ ഇനി അഥവാ ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും തിരിച്ചു പോകാൻ സാധിക്കും. അങ്ങനെയുള്ളവർക്ക് ഇപ്പോഴും വരുന്നതിന് ഒരു കുഴപ്പവുമില്ല. മറിച്ച് കുടുംബം രക്ഷപ്പെടും എന്നൊക്കെ ഓർത്ത് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ലോണും എടുത്ത് കുടുംബം പണയം വെച്ച് പിള്ളേരെ ഇങ്ങോട്ട് കയറ്റിവിടുന്ന മാതാപിതാക്കൾ 2, 3, 4 പ്രാവശ്യം ആലോചിക്കുക. ഇവിടെയുള്ള ആളുകളോട് വ്യക്തമായിട്ട് അന്വേഷിക്കുക. ഏജൻസികൾ പറയുന്നത് കേട്ട് ചുമ്മാ ചാടിക്കയറി ഇറങ്ങരുത്. കാരണം ഏജൻസികൾക്ക് വരും പൈസ. അവർ ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവരവരുടെ വഴിക്ക് പോകും. നാളെ ജോലി കിട്ടാതെ തിരിച്ചു വന്നാലും ഇവരതൊന്നും ചെയ്യാൻ പോകുന്നില്ല. അവർ പറയും കുട്ടിക്ക് കഴിവുണ്ടെങ്കിൽ ജോലി ലഭിക്കും, അതല്ലാതെ അവർ കൈമലർത്തും, അതല്ല വേറൊന്നും അവർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് അവർ പറയും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇത് അവരുടെ ബിസിനസ്സാണ്. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കളും വിദ്യാർത്ഥികളും നിങ്ങൾ ഇറങ്ങും മുമ്പ് ആലോചിക്കുക. വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളിവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്, നാട്ടിലെ അവസ്ഥ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കി യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. കാരണം ഇപ്പോഴത്തെ ഈ അടിച്ചുപൊളിയല്ല. ഇവിടെ വന്ന് 5 വർഷം ഇവിടെ PR ആക്കി കിട്ടുന്നത് വരെ കഷ്ടപ്പാടുണ്ട്, അത് ഏത് രീതിയിൽ വന്നാലും. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അതറിഞ്ഞ് വേണം ഇവിടെ നിൽക്കുവാനായിട്ടും ഇങ്ങോട്ട് വരുവാനായിട്ടും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ള ഈ വിദ്യാർത്ഥികളോടാണ്, അതായത് ഈ കള്ളും കഞ്ചാവൊക്കെ അടിച്ച് നടക്കുന്ന വിദ്യാർത്ഥികളോടാണ്. നിങ്ങളതൊക്കെ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല, ആർക്കും ഒരു പരാതിയുമില്ല, ആരും നിങ്ങളെ പുറകെ വരുന്നുമില്ല. നിങ്ങളുടെ ജീവിതം എന്തായാലും കോഞ്ഞാട്ടയാണ്, അത് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ദയവ് ചെയ്ത് മറ്റുള്ളവരെ, ഇതുവരെ ഒന്നും ഉപയോഗിക്കാത്ത ആളുകളെ ഇങ്ങോട്ട് വലിച്ചിഴക്കാതിരിക്കുക. ഒരു പക്ഷേ നിങ്ങൾക്കൊരു കമ്പനി വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫിഷ് ആയിട്ടുള്ള ചില ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവരെ ദയവ് ഇതിലേക്ക് വലിച്ചിഴക്കാതിരിക്കുക. നിങ്ങളോ പോയി പക്ഷേ എന്നൊരു മറ്റുള്ളവരെയും ഇതിലേക്ക് ചാടിക്കണം എന്നുള്ള ദുർവാശി അവസാനിപ്പിക്കുക. ഒരു പക്ഷേ ഞാനൊരിക്കലും തനിയെ എന്ത് ലഹരി പദാർത്ഥങ്ങൾ തന്നെ ഉപയോഗിക്കുന്നത് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല, കാരണം അത് വളരെ അപകടകരമാണ്. പക്ഷേ ഇങ്ങനെ ഉപയോഗിച്ച് ശീലിച്ച നിങ്ങൾ തന്നെയാണെങ്കിൽ ഉപയോഗിച്ചോളൂ, ഒരു കുഴപ്പവുമില്ല. കാരണം അതിനേക്കാൾ നല്ലത് മറ്റൊരാൾ ഇതിലെ വലിച്ചഴിച്ച് അവരുടെ കൂടെ ജീവിതം കളയുന്നതിനൊക്കെ നല്ലത് നിങ്ങളുടെ മാത്രം ജീവിതം കളയുന്നതാണ്. ഓർക്കുക, ഇന്ന് കൂടെയുള്ള ഈ കൂട്ടുകാരും നാളെ പ്രശ്നം വരുമ്പോൾ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം.